ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജു ആൻഡ് വെൽക്കം ടു മല്ലൂറിക്ക ഫാമിംഗ് ലൈഫ് ഇൻ അനദർ വേൾഡ് എപ്പിസോഡ് 6. ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പ്ലാൻ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അതിലൂടെ കാണാവുന്നതാണ്. കഥയുടെ തുടക്കത്തിൽ സാബുട്ടോന്റെ അപകട ശബ്ദം കേട്ട് പതറി വരുന്ന നമ്മുടെ ഹീറോ എന്താ ഇവിടെ വന്ന് നോക്കുമ്പോൾ, എന്താ ഇത്, ഡ്രാഗനാണോ? ഒരിക്കലല്ല, ഇത് വൈവറിനാണ്. നിങ്ങളെന്താ തമാശ പറയാണോ? ഇതിനൊരു ചാൻസും ഇല്ല. ഇത്തരമൊരു മോൺസ്റ്റർ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇതിനിടയിൽ വൈവറിൻ തന്റെ ഫയർ അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുക്കുന്നതും ഇത് കണ്ട ഇവർ രണ്ടുപേരും ചേർന്ന് ഷീൽഡ് ഉണ്ടാക്കിയാലും ആ ഷീൽഡിനെ തകർത്ത് കളഞ്ഞ് അവിടെ ഇവിടെയായി തീഗോളങ്ങൾ വീഴാൻ തുടങ്ങി. ഇത് കണ്ട് ബാക്കി എല്ലാ എൽഫും ചേർന്ന് തീ കെടുത്താൻ നോക്കിയാലും ഒന്നും തന്നെ കെടുത്താൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്താലും അത് നിസ്സാരമായി തടുക്കും. അപ്പോ എന്താ നീ പറയുന്നത്? നമുക്കിതിനെ തടുക്കാൻ പറ്റിയില്ലേ? ഇത് കണ്ട നമ്മുടെ ഹീറോ, എന്റെ ഗ്രാമം നശിക്കാൻ ഞാൻ ആരെ കൊണ്ട് സമ്മതിക്കില്ല. അതിനാര് വന്നാലും ഞാൻ അവരുടെ ജീവനോടെ വിട്ടില്ല എന്ന് ഹീറോ ദേഷ്യപ്പെടുന്നതും ഓൾമൈറ്റി ടൂൾ പെട്ടെന്നൊരു പേറായി മാറിയതും ഇതെന്താ ഇങ്ങനെ? ഇനി ഇതൊന്നും ആലോചിക്കാനില്ല. ആശാൻ വൈവറിനെ നോക്കി ഒരൊറ്റ എറ്. ഇത് കണ്ട വൈവറിൻ ഷീൽഡ് കൊണ്ടുവന്നാലും ആ ഷീൽഡ് തകർത്തെറിഞ്ഞ് വൈവറിനെ കൊന്നുകളഞ്ഞു. ഇത് കണ്ട് ഇവര് ഷോക്കായതും ഒരുമിച്ചാണ്. തോട്ടത്തിൽ വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല, എന്നാലും ചെറിയ ചെറിയ നാശങ്ങൾ ഉണ്ടായി. ശേഷം ഹീറോയും ടീമും വൈവറിനെ നോക്കി വന്നതും കാണാൻ മാത്രമാണ് വില്ല്, ഒരു കാര്യമില്ല. ഇതുപോലെ കുറെ ഉണ്ടോ? ഉണ്ട്, എന്നാൽ ഇതൊന്നും ഇവിടെ വരാറില്ല. ഇത്തരം സ്പീഷീസ് എല്ലാം റെയറാണ്. ഇനി ഇതിനെ നമ്മളെ കൊല്ലാൻ ആരെങ്കിലും അയച്ചതാണോ? അതിന് സാധ്യതയുമില്ല. ഇത്രയും റെയർ മോൺസ്റ്റേഴ്സിനെ ആരും തന്നെ ഇത്തരം കാര്യങ്ങൾ കഴിക്കാറില്ല. ഇത് വഴി തെറ്റെങ്ങാനും വന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ? അത് ശരി, നീ എന്താ ഇങ്ങനെ പറയുന്നേ? അത് പിന്നെ ഇതിന്റെ ഇറച്ചി കഴിക്കാൻ നല്ലതാണോ? പിന്നെന്ത് നോക്കാനാ, അടിച്ചു പൊളിച്ച് ചട്ടിയിലാക്കി. അങ്ങനെ അവസാനം കുക്ക് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ കാണുമ്പോഴേ വെള്ളം ഊറുന്നു. കഴിച്ചു കഴിഞ്ഞ് എന്റെ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്ക്. അതിൽ നിന്ന് ഇവരെടുത്ത് കഴിച്ചതും ഇത് അടിപൊളിയാണ്, പാൽഭാഗമാണ് സൂപ്പർ. അങ്ങനെയല്ലല്ലോ ടിയയോട്, നിനക്ക് ആ സ്പിയർ തടുക്കാൻ സാധിക്കുമോ? തീർച്ചയായും നടക്കില്ല. നീ കണ്ടതല്ലേ, വൈവറിന്റെ 3 ലെവൽ ഷീൽഡാണ് അത് തകർത്ത് കളഞ്ഞത്. അപ്പോൾ ഞാനൊന്നും അതിന്റെ 7 അയലത്തോലും വരില്ല. നിങ്ങളെന്താ കുശുകുശുക്കുന്നത്? എന്താ കറി നന്നായില്ലേ? അതല്ല, വിധിയാണ് നമുക്ക് ഈ ഫുഡ് കൊണ്ടുവന്നത്. ഒരു തരത്തിൽ അതും ശരിയാണ് എന്നും പറഞ്ഞ് ഇവര് ചിരിച്ച് സംസാരിക്കുന്ന സമയം ഹിമൻ ലോഡിന്റെ കോട്ടയെ കാണിക്കുമ്പോൾ, നീ എന്താ പറയുന്നത്? ഇത് നമ്മൾ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട കേസാണ്. ഇല്ല, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ഒരു വൈവറിനെ തറയിൽ നിന്ന് സിംഗിൾ ആയിട്ടാണ് കൊന്നത്. നോ, ജോക്കടിക്കില്ല നീ, അതും ഈ നേരത്ത്. നമ്മുടെ ഈ വർഷത്തെ ബഡ്ജറ്റ് തന്നെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ തമാശയല്ല പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയം മറ്റൊരു സ്ഥലത്ത് പറയുന്നു. അത് ഞാൻ നേരിട്ട് കണ്ടു. അവൻ എങ്ങാനും എനിക്ക് നേരെ വന്നാൽ ഒന്നും നോക്കണ്ട, ചത്തുപോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ എതിർത്ത് നിൽക്കുന്നത് മണ്ടത്തരമാണ്. സോ അവരോട് കൂട്ടുചേരുന്നതാണ് ബുദ്ധി. അത് കഴിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം നമ്മൾ ഹീറോ നോക്കുമ്പോൾ ഇപ്പോൾ മുന്തിരി വളരാൻ തുടങ്ങി. അത് ശരി, നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആൽക്കഹോൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് കേട്ട എല്ലാ എൽഫും ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഹീറോ, പെട്ടെന്നൊന്നും കിട്ടില്ല, സമയമെടുക്കും. സോ കിട്ടുന്ന എല്ലാ മുന്തിരിയും എടുക്കണം. ശരി, ഇനി എന്താ ചെയ്യേണ്ടത്? അത് കാല് വെച്ച് ചവിട്ടി അതിന്റെ നീരെടുക്കണം. അപ്പോൾ നീ എന്താ ചെയ്യുന്നത്? ഞാനിവിടെ ബാരൻ മാറ്റാൻ നിൽക്കാം. എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഇവൾക്കറിയാവുന്നത് കൊണ്ട് അവൾ ചെയ്തു തന്നു. കാല് ഉള്ളിൽ ചവിട്ടിയാൽ താഴ്ന്നു പോകുന്നു. അത് നോക്കണ്ട, എല്ലാവരും നടുവിലെ മരത്തിൽ ചുറ്റി നടക്കാൻ നോക്ക്. ഇത് കേട്ട് എല്ലാവരും നടക്കാൻ തുടങ്ങിയതും ടിയ നോക്കി നടക്ക് എന്ന് പറഞ്ഞ് തീർന്നില്ല. ടിയ താഴെ വീഴുന്നു. സോറി, ഞാൻ വീണുപോയി. ഇത് ചെയ്യാൻ ഒരു പാട്ട് പാടിയാൽ നന്നാവുമെന്ന് ടിയ പറയുന്നതും പാട്ടല്ലേ എന്നും പറഞ്ഞ് എൽഫെല്ലാം പാടാൻ തുടങ്ങിയതും ഇവർക്ക് ഋതം കിട്ടി എല്ലാവരും മുന്തിരി ചവിട്ടാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഹീറോയിനെയും അതിൽ കൂടെ കൂട്ടിയതും ആ ദിവസം അങ്ങനെ കഴിയുന്നു. ഒരു തരത്തിൽ എല്ലാം അങ്ങനെ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാവും. നമ്മുടെ കയ്യിൽ ഈസ്റ്റ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാവും. ഇങ്ങനെ ഹീറോ ചെയ്യുന്നതെല്ലാം ഗോഡ് മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നു. അവിടെ നോക്ക്, അവനൊരു കുഴപ്പമില്ല. അതുകൊണ്ട് പ്ലീസ് എന്നെ വെറുതെ വിട്. നിങ്ങൾ ചെയ്ത ഒരു തെറ്റുകൊണ്ട് ആ പയ്യൻ മരിച്ചത്. അത് കൂടാതെ അവൻ ആ ടൂൾ വരെ കൊടുത്തിരിക്കുന്നു. എന്തിനാ അവന് കൊടുത്തത്? അത് പിന്നെ അവന് ആവശ്യം വരുമെന്ന് കരുതി കൊടുത്തതാണ്. ആ ടൂൾ ഒരു സാധാരണ മനുഷ്യനെ ഉപയോഗിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ അവൻ മരിക്കും. എനിക്ക് അതുവരെ ഒരു പ്രശ്നമല്ല. എന്റെ പ്രശ്നം ഈ ശില്പമാണ്. ഞാൻ എന്താ തന്തപ്പിടിയാണോ? അത് പിന്നെ അവനെ അറിയാത്തതുകൊണ്ടാണ്. നീ അവിടെ 300 വർഷം ഇരുന്നില്ലേ, നിന്നെ അടിച്ചിട്ട് തല്ലും, നോക്കിക്കോ. ഇതേ സമയം സാബൂട്ടോൺ അപകട ശബ്ദം വീണ്ടും അടിച്ചതും എന്താ ഇവിടെ നടക്കുന്നത്? വീണ്ടും അതുപോലെ തന്നെയാലോ. ഞാൻ വല്ല ടൈം ലൂപ്പിലും ആണോ? ഫ്ലോറ, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? സിസ്റ്റർ, പ്ലീസ് എന്നെ രക്ഷിക്ക്. അതിനുശേഷം ഫ്ലോറയെ വീട്ടിൽ കൊണ്ടുവന്നതും വന്ന കാരണം ചോദിച്ചപ്പോൾ കൊടൂരമായ ഒരു മോശം ഏഞ്ചൽ എന്റെ സിസ്റ്ററിനെ തേടി നടക്കാണ്. അതുകൊണ്ട് എന്റെ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ കാട്ടിലേക്ക് വന്നത്. ഇത് കേട്ടിട്ടിയെ അതൊന്നും കൂടി പറഞ്ഞെങ്കിൽ നന്നായിരുന്നു. ഫ്ലോറ തിരിഞ്ഞു. അയ്യോ, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? എന്തായാലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവനാണോ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്? കണ്ടാൽ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന് കുറോ ഒന്ന് തുറച്ചു നോക്കിയതും ലുലു, ഇവിടെയുള്ള എല്ലാവർക്കും ഇവനാണ് ലീഡർ. കൂടാതെ ഇവിടുത്തെ എല്ലാ ഇൻഫർണോ
വുൾഫിനും മാസ്റ്റർ ഇവനാണ്. അങ്ങനെയാണ് എനിക്കൊരേ വേണ്ടു. എന്നോട് ക്ഷമിക്കണം, ഞാനൊരു പാവമാണ്. ഇവൾക്ക് എന്തു പറ്റി? അത് ശരി, അപ്പോ കുറോയും ബാക്കി എല്ലാരും വുൾഫാണോ? ഇൻഫെർണോ വുൾഫ് എന്നാൽ അതെന്താ? അതിന് കുറോ വായിൽ നിന്നും തീ തുപ്പിയതും. ഓ സൂപ്പർ കുറോ, അപ്പൊ നീ ഇതറിയാതെയാണോ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നത്? അതിനുശേഷം ഫ്ലോറയ്ക്കൊരു സൽക്കാരം തന്നെ നടത്തി. അതെല്ലാം കഴിഞ്ഞ് വളരെ ഇഷ്ടപ്പെട്ട ഫ്ലോറോ, ഇതെന്താ വെള്ള കളർ? ഇതിന്റെ പേര് ടോഫു. ഇത് സോയാബീനിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ സോയാ സോസ് വെച്ച് കഴിച്ചാൽ ഇനി നന്നായിരിക്കും. അങ്ങനെ പറഞ്ഞ നിനക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞാൽ ആൽക്കഹോൾ ചീസിൽ നിന്നും ഉണ്ടാക്കുന്ന പോലെ. ഇത് കേട്ട ഫ്ലോറോ എല്ലാം എഴുതി വെക്കാൻ തുടങ്ങി. നോട്ട് എഴുതിയവൾ പോയിട്ട് ഞാൻ വേഗം വന്ന് തിരിച്ചു വരും, അതുവരെ വെയിറ്റ് ചെയ്യോ എന്ന് പറഞ്ഞ് അവൾ പോയതും 1 മാസത്തിൽ തന്നെ അവൾ തിരിച്ചു വന്നു, കുറച്ച് പെണ്ണുങ്ങളെയും കൊണ്ട്. വന്ന പെണ്ണുങ്ങളെല്ലാം ഹീറോയിനെ നോക്കി മാസ്റ്റർ എന്ന് പറഞ്ഞതും ഹീറോ ചെറുതായിട്ടൊന്ന് പതറാൻ തുടങ്ങി. അതെന്താ, ഇതെല്ലാം നോർമൽ പശുക്കളല്ലേ? അതെ, കൂടാതെ ഇവയെല്ലാം പാലും തരും. അങ്ങനെയാണെങ്കിലും ഓക്കെ. ഇതെല്ലാം പുറകിൽ നിന്നും കേട്ടുകൊണ്ടിരുന്ന ടിയ എല്ലാവരെയും എണ്ണാൻ തുടങ്ങി. 1 2 4 6. അയ്യോ, അപ്പോൾ നമ്മൾ മാത്രമാണ് സിംഗിൾ. ഞാനൊരു ചെറിയ ജോലിയുടെ ഭാഗമായിട്ടിരുന്നു പുറത്തു പോയിട്ട് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരാം. ശരി, പോയിട്ട് പോയോ? ഇവിടെയാണെങ്കിൽ ഇതെല്ലാം പശുവിനെ തുറപ്പിച്ചു നോക്കിയതും പശുവിനാണെങ്കിൽ പേടിച്ചു തുടങ്ങി. പറന്നുപോയിട്ട് ഇയാൾ തിരിച്ചു വന്നതും കുറച്ചുപേരെ കൂട്ടിയാണ്. കൂടാതെ ഞാൻ കോഴിയെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തീ തൂപ്പോ? ഇല്ല, മുട്ട തരും. ഇത് കേട്ട ഹീറോ ടിയയെ അഭിനന്ദിച്ചതും ടിയയ്ക്കും അത് മനസ്സിൽ സന്തോഷമായി. ഈ മെയ്ഡ് എല്ലാവരും ഓർഗ് വർഗത്തിൽപ്പെട്ടതാണ്. ഇവരെല്ലാവരും നല്ല ജോലിക്കാരാണ്, കാരണം ഇവർ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് മാത്രം അറിയില്ല. ഇത് കണ്ട ഹീറോർക്ക് പല വിധത്തിൽ പല തരത്തിൽ കുക്ക് ചെയ്ത് കൊടുത്തു. അവർ ഇതെല്ലാം ആശ്ചര്യത്തോടെ കാണാൻ തുടങ്ങി. അതിനുശേഷം അവർ ഹീറോക്ക് കുക്ക് ചെയ്ത് നൽകിയതും അത് നോക്കിയ ഹീറോ ഷോക്കായി. എന്താ ഇത്, കാലൊക്കെ ഒരു സൈഡിലിരിക്കുന്നു. അതിനുശേഷം ടിയ 3 ഏഞ്ചൽസിനോട് പെട്രോൾ 24/7 വേണം, ഒരു സ്ഥലം പോലും വിടരുത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം വൈവറിനെ കൊണ്ട് എല്ലാം നശിച്ചു പോയാനെ, ഇനി ഇതൊരിക്കലും പാടില്ല. ശേഷം ഹീറോ റിസാർട്ടിനെ വെച്ച് കൺസ്ട്രക്ഷൻ വർക്ക് വേഗത്തിൽ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇവിടെ ജോലികൾ അത്രയുമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴേക്കും ഇവിടെ പോപ്പുലേഷൻ കണക്കുകൾ കൂടുതലായി. മാസ്റ്റർ ഹിറാക്കു, കാട്ടിൽ നിന്ന് ഞാൻ കുറച്ചുപേരെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ? ആണുങ്ങളല്ല എവിടെയാണ്? അത് ഒരു യുദ്ധത്തിന് ശേഷം ആണുങ്ങളാരും തന്നെ ഇല്ല. നിങ്ങൾ പേടിക്കണ്ട, ഇതിനുശേഷം നമുക്ക് നമ്മുടെ വംശത്തെ ഇവിടെ ഉണ്ടാക്കാം. ഇത് കേട്ട ഹീറോ ചെറുതായി പേടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരെയും ഹീറോ വിളിച്ചുകൂട്ടി. ഞാൻ ഈ സ്ഥലത്ത് ഒരു പേര് വെക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ആദ്യം ഇവിടെ ആരംഭിച്ചപ്പോൾ ഇതൊരു ഗ്രാമമാവുമെന്ന് വിചാരിച്ചില്ല. ബട്ട് ഇപ്പോൾ ഇതൊരു ഗ്രാമം തന്നെയായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ഗ്രാമത്തിനൊരു പേര് വേണം. ഇത് നല്ല ഐഡിയ ആണല്ലോ. ഈ ഗ്രാമം നിങ്ങൾ ഉണ്ടാക്കിയതാണ്, സോ തന്നെ വെച്ചാലോ? ഹിറാക്കു വില്ലേജ്. വേണ്ട, ഈ ഫോറസ്റ്റിന്റെ പേര് വെച്ചാലോ? എന്താ ഈ കാടിന്റെ പേര്? ഫോറസ്റ്റ് ഓഫ് ഡെത്ത്. ഒരിക്കലും വേണ്ട. പെട്ടെന്ന് സാബൂട്ടോൻ ഒരു സ്ഥലം കാണിച്ച് കൈ കാണിക്കുന്നതും നമ്മുടെ ഹീറോ ഡോർ ഓപ്പൺ ചെയ്യുന്നതും അവന് മുമ്പിൽ ആ വലിയൊരു മരം നിൽക്കുന്നു. ഞാൻ തീരുമാനിച്ചു, ദി ഗ്രേറ്റ് ട്രീ വില്ലേജ്. അതിനുശേഷം ഗ്രാമത്തിന് പേര് വെച്ച വിഷയം എല്ലാവരും പറഞ്ഞതിന് പാർട്ടി വെച്ച് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നതും കൂടാതെ കുടിക്കാൻ ആൽക്കഹോളും ഉണ്ട്. ഇത് കേട്ട എൽഫ് എല്ലാവരും ഹിറാക്കുവിനെ ചീഫ് എന്നും പറഞ്ഞ് വിളിക്കുന്നതും. ഇത് ഞാനോ? അതിന് നമ്മളെല്ലാവരും ഒരുമിച്ചെടുക്കേണ്ട തീരുമാനമാണ്. എന്തിന്? നീയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, അതുകൊണ്ട് നീയാണ് ഇവിടുത്തെ ചീഫ്. പിന്നെ എന്ത്, എല്ലാവരും പാർട്ടി എൻജോയ് ചെയ്യ്. ഹിറാക്കു, നീ ഇവിടെ വന്നിരിക്കും. ഇവിടെ നീ എന്താ ഇവിടെ ഒതുങ്ങിയിരിക്കുന്നത്? എന്താ പ്രശ്നം? അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് സ്വപ്നം പോലെ തോന്നുന്നു. ഒന്ന് തുറന്നു നോക്ക്, ഇതൊന്നും സ്വപ്നമല്ല. എനിക്കിവിടെ ഇഷ്ടമായി. എന്നാൽ ഒരു ടോസ് ചെയ്യ്. ചീയേഴ്സ്. ഇത് പറ്റില്ല, നിങ്ങൾ എന്നെ കൂടെ ടോസ് ചെയ്തു, ഇത് പാടില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ഇതെല്ലാം നോക്കി നിൽക്കുന്നതും ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.